നമസ്കാരം ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ സനിൽ പെരുന്തോട്ടത്ത്. ഏപ്രിൽ മാസം ലിസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി HariOm പൈപ്സ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് എന്നുള്ള ഈ ഹൈദരാബാദ് ബേസ് ചെയ്തിട്ടുള്ള ഈ കമ്പനിയുടെ പ്രോഡക്റ്റുകളുടെ ബ്രാൻഡ് നെയിമാണ് HariOm പൈപ്സ് എന്നുള്ളത്. പ്രധാനമായിട്ടും സൗത്ത് ഇന്ത്യയിലും വെസ്റ്റേൺ ഇന്ത്യയിലുമാണ് ഇവരുടെ നല്ലൊരു നെറ്റ്വർക്കും ഡീലേഴ്സും ഡിസ്ട്രിബ്യൂട്ടേഴ്സും എല്ലാം കൂടുതലുള്ള സ്ഥലങ്ങൾ. പല സെക്ടേഴ്സിലേക്ക് ആവശ്യമായിട്ടുള്ള സ്കഫോൾഡിങ്സും MS പൈപ്സും, അതായത് 150ഓളം വെറൈറ്റി സ്പെസിഫിക്കേഷൻസിലുള്ള പ്രോഡക്റ്റുകളാണ് ഇവർ നിർമ്മിക്കുന്നത്. അതിൽ പ്രധാനമായിട്ടും ഇതിൻ്റെ ഉപഭോക്താക്കളായിട്ടുള്ള സെക്ടേഴ്സ് ഏതൊക്കെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഹൗസിംഗ്, ഇൻഫ്രാസ്ട്രക്ചർ, അഗ്രികൾച്ചർ, ഓട്ടോമോട്ടീവ്, പവർ, സിമെൻറ്റ്, മൈനിങ്, സോളാർ പവർ, എഞ്ചിനീയറിംഗ്, ഇങ്ങനെയൊക്കെയുള്ള വിവിധ സെക്ടറുകളിലേക്ക് ആവശ്യമായിട്ടുള്ള പ്രോഡക്റ്റുകളാണ്. അത് നേരിട്ട് കമ്പനി കൊടുക്കുന്നുണ്ടെന്ന് കൂടാതെ 200ഓളം ഡിസ്ട്രിബ്യൂട്ടേഴ്സ് നെറ്റ്വർക്ക് വഴിയും അവർ ഇത് വിതരണം ചെയ്യുന്നുണ്ട്. 2 മാനുഫാക്ചറിങ് യൂണിറ്റുകളാണ് HariOmനുള്ളത്. രണ്ടും പഴയ ആന്ധ്രയിലാണ്. ഇപ്പോൾ അത് ഒന്ന് തെലങ്കാനയിലും ഒന്ന് ആന്ധ്രാപ്രദേശിലുമായിട്ട് ഇരിക്കുന്നു. മഹാബൂബ് നഗർ എന്ന് പറഞ്ഞ തെലങ്കാനയിലെ യൂണിറ്റിലാണ് ഈ സ്ക്രാപ്പ് അയണിൽ നിന്നും സ്പഞ്ച് അയണിൽ നിന്നുമുള്ള പ്രോഡക്റ്റുകൾ ഉണ്ടാക്കുന്നത്. അതുകൂടാതെ ഇപ്പോൾ മറ്റേ അനന്തപൂർ ഡിസ്ട്രിക്റ്റിൽ, അതായത് ആന്ധ്രയിൽ, ഇപ്പോൾ സ്പഞ്ച് അയണാണ് ഏറ്റവും കൂടുതലായിട്ട് അവർ നിർമ്മിക്കുന്നത്. HariOm പൈപ്സിൻ്റെ പ്രധാന പ്രൊമോട്ടേഴ്സ് രൂപേഷ് കുമാർ ഗുപ്ത, ശൈലേഷ് ഗുപ്ത എന്നീ 2 പേരാണ്. ഈ കമ്പനിയുടെ ഫിനാൻഷ്യൽ കണക്കുകൾ പരിശോധിക്കുകയാണെങ്കിൽ വളരെ മികച്ച രീതിയിലുള്ള ഒരു ഫിനാൻഷ്യൽ റിപ്പോർട്ടാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. 2019 മുതൽ ഈ ഫിനാൻഷ്യൽ ഇയറിൻ്റെ അർദ്ധവാർഷിക കണക്ക് വരെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. റവന്യൂ നോക്കുക, 2019 133.9 കോടിയാണ് റവന്യൂ. ആ സമയത്ത് ആ വർഷം നെറ്റ് ഇൻകം 8 കോടിയാണ്, പ്രോഫിറ്റ് മാർജിൻ 6%. അതുപോലെ 2020 ഈ റവന്യൂ 161.1 കോടിയിലേക്ക് വർദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ അവരുടെ നെറ്റ് ഇൻകം എന്ന് പറയുന്നത് 7.9, 8ൽ തന്നെ ഏകദേശം 8 തന്നെയാണ്. അതായത് ഈ കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്ന പോലെ തന്നെ 7.9 ആയിട്ട് ഒരല്പം കുറവ് മാത്രം. പക്ഷേ പ്രോഫിറ്റ് മാർജിൻ നോക്കൂ, 6 ആയിരുന്നത് 4.9 ആയിട്ട് അല്പം കുറഞ്ഞു എന്ന് മാത്രം. 2021 ആയപ്പോഴത്തേക്കും 254 കോടി, 254.8 കോടിയുടെ ഒരു റവന്യൂ ആണ് കമ്പനിക്ക് ഉണ്ടായിട്ടുള്ളത്. അതിൽ നെറ്റ് ഇൻകം വളരെയധികം വർദ്ധിച്ചു എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അതിന് മുൻ വർഷത്തെ അപേക്ഷിച്ച് 15.1 കോടിയായിട്ട് ലാഭം വർദ്ധിച്ചിട്ടുണ്ട് കമ്പനിയുടെ. അതിൽ പ്രോഫിറ്റ് മാർജിൻ 5.9 ആയിട്ടും വർദ്ധിക്കുകയുണ്ടായി. ഇനി ഈ അർദ്ധവാർഷിക കണക്ക് നോക്കുകയാണെങ്കിൽ 6 മാസത്തെ കണക്ക് മാത്രമാണ് ഇവിടെ കൊടുത്തിരുന്നത്. 211 കോടിയാണ് അതിൽ കാണുന്നത് റവന്യൂ. അതുപോലെ തന്നെ നെറ്റ് ഇൻകം ഇതുവരെ 12.9 കോടിയും, നെറ്റ് മാർജിൻ, അതിൻ്റെ പ്രോഫിറ്റ് മാർജിൻ കാണുന്നത് 6.1%. അപ്പോൾ വളരെയധികം മികച്ച ഒരു കണക്കാണ് തീർച്ചയായിട്ടും ഈ കമ്പനിയുടെ റിപ്പോർട്ടിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. കമ്പനിയുടെ വാല്യുവേഷൻസും അതുപോലെ തന്നെ വളരെ മികച്ചു നിൽക്കുന്ന ഒന്നാണ്. EPS 10.64 രൂപയാണ്. അതുപോലെ P റേഷ്യോ 14.69, 15.61 എന്നുള്ള ലെവലിലാണ്. റിട്ടേൺ ഓൺ നെറ്റ്വർത്ത് 21.38%, ബുക്ക് വാല്യൂ 49.79 പെർ ഷെയർ എന്നുള്ള ലെവലിലുമാണ് കാണുന്നത്. വളരെ മികച്ച രീതിയിലുള്ള ഒരു വാല്യുവേഷൻസ് ആണ് കമ്പനിക്കുള്ളതെന്ന് ഇത് മനസ്സിലാക്കാം. പിന്നെ പിയർ കമ്പനിയുടെ അതിൻ്റെ കോമ്പറ്റീറ്റേഴ്സായിട്ട് കാണുന്നത് APL അപ്പോളോ ട്യൂബ്സ് ലിമിറ്റഡ്, ഹി ടെക് പൈപ്സ് ലിമിറ്റഡ്, രാമ സ്റ്റീൽ ട്യൂബ്സ് ലിമിറ്റഡ്, JTL ഇൻഫ്ര ലിമിറ്റഡ്, ഇങ്ങനെയുള്ള ഏതാനും കമ്പനികളാണ് ഇതിൻ്റെ പിയർ കമ്പനികളായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇനി ഈ IPO ഡീറ്റെയിൽസ് ഒറ്റ നോട്ടത്തിൽ പരിശോധിക്കാം. മാർച്ച് 30 മുതൽ ഏപ്രിൽ 5 വരെയാണ് ഇഷ്യൂ ഓപ്പൺ ആയിരിക്കുന്നത്. പ്രൈസ് ബാൻഡ് 144, 153 എന്നുള്ള ലെവലിലാണ് പ്രൈസ് ബാൻഡ് കൊടുത്തിരിക്കുന്നത്. ഫ്രഷ് ഇഷ്യൂ ആണ് മുഴുവനും. 130.05 കോടി രൂപയാണ് മാർക്കറ്റിൽ നിന്ന് റേസ് ചെയ്യുന്നത് ഈ കമ്പനി. ഫുള്ളായിട്ടും ഫ്രഷ് ഇഷ്യൂ ആണ്. അതിൽ ഓഫർ ഫോർ സെയിൽ ഒന്നും തന്നെ ഇല്ല. 85 ലക്ഷം ഓഹരികളാണ് ഈ തുകയ്ക്ക് കമ്പനി വിറ്റഴിക്കുന്നത്. മിനിമം നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്, അതായത് നമ്മളെപ്പോലുള്ള റീറ്റെയിലേഴ്സ് അപ്ലൈ ചെയ്യേണ്ടത് 98 ഷെയർസാണ്. അപ്പോൾ ഒരു റീറ്റെയിലർക്ക് മാക്സിമം 1274 ഷെയർ
അപ്ലൈ ചെയ്യാം, മാക്സിമം വേണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഒരു ഫേസ് വാല്യൂ എന്ന് പറയുന്ന കമ്പനിയുടെ ഒരു ഷെയറിൻ്റെ ഫേസ് വാല്യൂ 10 രൂപയാണ്. നമ്മളെപ്പോലെയുള്ള റീറ്റെയിലേഴ്സിന് ടോട്ടൽ ഇഷ്യൂവിൻ്റെ 35% റീറ്റെയിലേഴ്സിന് കമ്പനി കൊടുക്കുന്നുണ്ട്. ഇത് ലാഭത്തിൽ പോകുന്ന കമ്പനിയാണ്, നല്ല വാല്യുവേഷൻസ് ഉള്ള ഒരു കമ്പനിയാണ്. അതുകൊണ്ടാണ് 35% കമ്പനിയുടെ ഓഹരികൾ റീറ്റെയിലേഴ്സിന് അലോട്ട് ചെയ്തിട്ടുള്ളത്. NSEയിലും BSEയിലും ഇത് ലിസ്റ്റ് ചെയ്യുന്നുണ്ട്. നമുക്ക് ഇനി ഇതിൻ്റെ ടെൻറ്റേറ്റീവ് ആയിട്ടുള്ള ഇതിൻ്റെ ഡേറ്റ്സിലേക്ക്, ഇമ്പോർട്ടൻറ്റ് ഡേറ്റുകളിലേക്ക് ഒന്ന് നോക്കാം. അലോട്ട്മെൻറ്റ് പറയുന്നത് 8-ാം തീയതിയാണ്, ഏപ്രിൽ 8-ാം തീയതിയാണെന്ന് ഓർത്തോളുക. റീഫണ്ട് കിട്ടാത്തവർക്ക് കിട്ടുന്നത് 11-ാം തീയതിയാണ്. അതിൽ ഡിമാറ്റ് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് വരുന്നത് ഷെയർ കിട്ടിയിട്ടുള്ളവർക്ക് 12-ാം തീയതി, ഏപ്രിൽ 12-ാം തീയതി. ലിസ്റ്റിംഗ് വരുന്നത് ഏപ്രിൽ 13-നുമാണ്. അപ്പോൾ ഇതൊരു നല്ല ഇഷ്യൂ ആണെന്നാണ് എൻ്റെ അഭിപ്രായം. ഇത് വേണമെങ്കിൽ അപ്ലൈ ചെയ്യാവുന്നതേ ഉള്ളൂ. ഇതിലെങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് ഷെയർസ് എന്നറിയാത്തവർക്ക് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ഞാൻ മുകളിൽ കൊടുക്കുന്നുണ്ട്, അത് കണ്ടാൽ മതിയായിരിക്കും. ബിഗ് ഷെയർ സർവീസസ് പ്രൈവറ്റ് ലിമിറ്റഡ് ആണ് ഈ IPOയുടെ രജിസ്ട്രാർ. ലീഡ് മാനേജർ ITI ക്യാപിറ്റൽ ലിമിറ്റഡ്. അപ്പോൾ ഫ്രണ്ട്സ്, HariOm പൈപ്സ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് എന്നുള്ള കമ്പനിയുടെ IPOയെ കുറിച്ചുള്ള ഏകദേശ ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. എന്തായാലും നിങ്ങളിത് ലൈക്ക് ചെയ്യാൻ മടിക്കരുത്. അതോടൊപ്പം തന്നെ കമൻറ്റുകൾ ഇടണം. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിൽ അവരെ കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യിക്കുക. അപ്പോൾ നമുക്കിനി അടുത്ത ഒരു വീഡിയോയുമായിട്ട് ഉടൻ തന്നെ വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം.